To view this video in English, please click the link given above. 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ഇത് കാണുന്ന മറ്റു കൂട്ടുകാർക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ ഹരികൃഷ്ണ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ എന്ന ചാപ്റ്ററാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പോപ്പുലേഷൻ ഇന്ററാക്ഷൻസിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഈ ആവാസ വ്യവസ്ഥയിൽ എല്ലാ സ്പീഷീസും അല്ലെങ്കിൽ എല്ലാ ഓർഗാനിസവും അതിൻ്റെ എബയോട്ടിക് കണ്ടീഷൻസ് അല്ലെങ്കിൽ നോൺ ലിവിങ് ആയിട്ടുള്ള ഫാക്ടേഴ്സും ബയോട്ടിക് ഫാക്ടേഴ്സ് ലിവിങ് ആയിട്ടുള്ള എൻവയറമെൻറ്റുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എബയോട്ടിക് ഫാക്ടേഴ്സുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻസും അതിൻ്റെ റെസ്പോൺസസും അതിൻ്റെ ഇഫക്റ്റ് അഡാപ്റ്റേഷൻ എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഇനി മറ്റ് ഓർഗാനിസവുമായിട്ട് നമ്മൾ ഇൻറ്ററാക്ട് ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഓരോ ഓർഗാനിസവും മറ്റു പല ഓർഗാനിസവുമായിട്ടിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പലതരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നാച്ചുറൽ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഹാബിറ്റാറ്റിലും ഒരു സിംഗിൾ സ്പീഷീസിന് സർവൈവ് ചെയ്യാൻ സാധ്യമല്ല. എപ്പോഴും രണ്ട് സ്പീഷീസ് മിനിമം ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ രണ്ട് സ്പീഷീസ് തമ്മിലുള്ള ഇന്ററാക്ഷനെ പറയുന്ന പേരാണ് ഇന്റർ സ്പെസിഫിക് ഇന്ററാക്ഷൻ. അതായത്, ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് പ്ലാന്റ്സിനെ ആശ്രയിക്കുന്നു. അപ്പോൾ ഞാനൊരു സ്പീഷീസാണ്, പ്ലാന്റ് വേറൊരു സ്പീഷീസാണ്. അപ്പോൾ അതൊരു ഇന്റർ സ്പെസിഫിക് ഇന്ററാക്ഷൻ അല്ലേ? അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കിയാൽ പലതരത്തിലുള്ള ഇന്റർ സ്പെസിഫിക് ഇന്ററാക്ഷൻസ് ഈ നമ്മുടെ നേച്ചറിലുണ്ട്. നമ്മൾ പഠിക്കുന്നത് 6 ഇന്റർ സ്പെസിഫിക് ഇന്ററാക്ഷൻസിനെ കുറിച്ചാണ്. അതിൽ ചില ഇന്ററാക്ഷൻസിൽ രണ്ടുപേർക്കും പ്രയോജനമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ബാർട്ടർ സിസ്റ്റം ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? അതായത്, ഞാൻ നിങ്ങൾക്ക് തേങ്ങ തന്നിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് മാങ്ങ വാങ്ങിക്കുന്നു. ആ ഒരു എക്സ്ചേഞ്ച്, നമ്മൾ രണ്ടുപേരും ബെനിഫിറ്റ് ചെയ്യാണ്. അങ്ങനെയുള്ള റിലേഷനിൽ എന്താണ്, രണ്ടുപേർക്കും നല്ലതാണ്. നല്ലതിനെ നമ്മൾ പോസിറ്റീവ് എന്ന് എടുക്കുകയാണെങ്കിൽ മ്യൂച്വലിസം എന്നൊരു അസോസിയേഷൻ ഉണ്ട്. ആ മ്യൂച്വലിസത്തിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കുകയാണ്. അപ്പം എനിക്കും പോസിറ്റീവ്, നിങ്ങൾക്കും പോസിറ്റീവ് അല്ലേ? അതാണ് മ്യൂച്വലിസം. ഇനി രണ്ടാമത് ഒരു കോമ്പറ്റീഷൻ എന്നൊരവസ്ഥയുണ്ട്. കോമ്പറ്റീഷൻ നമുക്കെല്ലാം അറിയാം. നമ്മുടെ ജീവിതത്തിലും പലരുമായിട്ട് കമ്പീറ്റ് ചെയ്യാറുണ്ട്, പഠിത്തത്തിലൊക്കെ. പക്ഷെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, മറ്റുള്ളവരുമായിട്ടല്ല കോമ്പീറ്റ് ചെയ്യേണ്ടത്, നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് കമ്പീറ്റ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ നടക്കുന്ന കോമ്പറ്റീഷൻ അത്ര നല്ലതല്ല. അത് കോമ്പറ്റീഷനിൽ ഏർപ്പെടുന്ന രണ്ടുപേർക്കും ദോഷകരമായിട്ടാണ് വരുന്നത്. അതിനെ നമ്മൾ പറയുന്നത് ഡെട്രിമെന്റൽ ഇഫക്റ്റ് എന്നാണ്. അപ്പോൾ ആ ദോഷകരമായിട്ട് ബാധിക്കുന്നതിനെ നമുക്ക് നെഗറ്റീവ് എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ കോമ്പറ്റീഷനിൽ രണ്ട് സ്പീഷീസിനും നെഗറ്റീവാണ്. ഇനി വരുന്നതാണ് പ്രിഡേഷൻ. നമുക്കറിയാം, നമ്മുടെ ഫുഡ് ചെയിനിലൊക്കെ ഒന്നൊന്നിനെ കഴിച്ചിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ കഴിക്കുന്ന ആൾ അല്ലെങ്കിൽ പ്രിഡേറ്റർക്ക് പോസിറ്റീവാണ്, അവർക്ക് ആ ഭക്ഷണം കിട്ടുന്നു. പക്ഷേ കഴിക്കപ്പെടുന്ന ഇരയോ അല്ലെങ്കിൽ നമ്മുടെ പ്രേയോ അതിന് നഷ്ടമല്ല, അതിൻ്റെ ജീവനാണ് നഷ്ടമാവുന്നത്. അപ്പോൾ അതിന് മൈനസ് ആണ്. അപ്പോൾ ഒന്നിന് പ്ലസ് ആവുന്നു, മറ്റേതിന് മൈനസ് ആവുന്നു. അതുപോലെ തന്നെയാണ് പാരസിറ്റിസം. ഒരു പാരസൈറ്റ് ഒരു ഹോസ്റ്റിൻ്റെ ബോഡിയിൽ ജീവിച്ചിട്ട് അതിൻ്റെ ഫ്രീ ആയിട്ട് താമസിച്ച് അവിടുത്തെ ന്യൂട്രിയൻസ് ഒക്കെ വലിച്ചെടുത്ത് സുഖിച്ച് ജീവിക്കുകയാണ്. അപ്പോൾ അവർക്ക് എന്തായാലും പ്ലസ് ആണല്ലേ? പക്ഷേ നമ്മുടെ ഹോസ്റ്റിൻ്റെ കാര്യം ആലോചിച്ച് നോക്കൂ, അതിൻ്റെ ന്യൂട്രിയൻസും നഷ്ടപ്പെടുന്നുണ്ട്, അതിന് ഇൻഫെക്ഷനും വരുന്നുണ്ട്, എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ അതിന് മൈനസ് ആണ്. ഇനി മറ്റൊരു ഇൻറ്ററാക്ഷൻ ഉണ്ട്. നമ്മൾ ദയ ആണ് അല്ലെങ്കിൽ കൈൻഡ്നെസ് ആണ്. ഞാൻ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നു, പകരം ഒന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഒന്നും നേടുന്നുമില്ല, ഞാനൊന്നും നഷ്ടപ്പെടുത്തുന്നുമില്ല. അപ്പോൾ എനിക്ക് അത് ന്യൂട്രലാണ്, 0 എന്നെടുക്കാം. പക്ഷേ ആ ഹെൽപ്പ് ലഭിക്കുന്ന ആളിനോ അതെന്തായാലും പോസിറ്റീവ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഒരാൾക്ക് പോസിറ്റീവും ഒരാൾക്ക് 0യും, നോട്ട് അഫക്റ്റഡ്. അപ്പോൾ ഒരു കൈൻഡ്നെസ് എന്ന് നമുക്കവിടെ ഉദ്ദേശിക്കാം. അതാണ് കമൻസലിസം. ഇനി മറ്റൊന്നുണ്ട് അമെൻസലിസം. അല്ലെങ്കിൽ നമുക്കൊരു സാഡിസം എന്ന് പറയാം. അതായത്, ഞാൻ ഒരാളെ ഉപദ്രവിക്കുന്നു, എനിക്കൊന്നും നേടാനില്ല, എനിക്ക് പ്ലസും ഇല്ല മൈനസും ഇല്ല, ഞാൻ 0 തന്നെയാണ്. പക്ഷെ മറ്റേ ആളെ ഉപദ്രവിക്കുന്നു എന്ന് ഞാൻ ഉറപ്പുവരുത്തുന്നു. അപ്പോൾ അവർക്ക് മൈനസ് ആണ്. അപ്പോൾ എനിക്ക് 0യും മറ്റൊരു സ്പീഷീസിന് മൈനസും ആയാൽ അതാണ് അമെൻസലിസം. അപ്പോൾ ഈ എല്ലാ ഇൻറ്ററാക്ഷനിലും തന്നെ പ്രിഡേഷനും പാരസിറ്റിസം കമൻസലിസത്തിലും ഈ രണ്ട് സ്പീഷീസും ഏതാണ്ട് വളരെ ക്ലോസ് ആയിട്ടാണ് ഈ ഹാബിറ്റാറ്റിൽ ജീവിക്കുന്നത്. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് പ്രിഡേഷൻ നോക്കാം. ഇനി നമ്മൾ ഇന്റർ സ്പെസിഫിക് സ്പീഷീസ് ഇന്ററാക്ഷൻ ഒക്കെ പഠിക്കുമ്പോൾ ഓരോ എക്സാമ്പിളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഓരോ പോയിന്റിനനുസരിച്ച് അത് ഓർത്ത് വെച്ച് പഠിക്കണം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പഠിക്കാവുന്നത് പ്രിഡേഷനാണ്. പ്രിഡേഷൻ എന്ന് പറയുന്നത് എന്താ? ആഹാരത്തിന് വേണ്ടി ഒരു ആനിമൽ മറ്റൊരു ആനിമലിനെ കഴിക്കുന്നു അല്ലേ? അതിന് ഒരെണ്ണത്തിന് പ്ലസ്, കഴിക്കുന്ന പ്രിഡേറ്ററിന് പ്ലസും അത് ആഹാരമാവുന്ന ആ ഇര അല്ലെങ്കിൽ പ്രേക്ക് മൈനസുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇൻറ്ററാക്ഷൻ, നമ്മൾ ഈ പ്രിഡേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് ഒരു ടൈഗർ അല്ലെങ്കിൽ ഒരു ലയൺ, ഒരു പാവം മാനിനെ ചേസ് ചെയ്ത് പിടിച്ച് കഴിക്കുന്നതൊക്കെയാണ് അല്ലേ? പക്ഷേ ഒരു പശു മേയുന്നതോ അല്ലെങ്കിൽ ഒരു ആട് മേയുന്നതോ ഒന്നും കണ്ടു കഴിഞ്ഞാൽ നമുക്കത്ര പ്രശ്നങ്ങളൊന്നും തോന്നാറോ, അതൊരു പ്രിഡേറ്റർ ആണെന്നൊക്കെ ചിന്തിക്കാൻ പോലും നമുക്ക് പാടാം. അതൊരു പാവ ഹെർബിവർ, പുല്ല് കഴിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ അതൊരു പ്രിഡേഷൻ അല്ലേ? പ്ലാന്റ് സ്പീഷീസിനകത്ത് കഴിക്കുകയല്ലേ? അപ്പോൾ അതും പ്രിഡേഷന് എക്സാമ്പിളാണ്. പക്ഷേ പ്രിഡേഷൻ നമുക്ക് ആവശ്യമാണോ? ആണ്. നമ്മൾ വിചാരിക്കും ഒന്നിന് പ്ലസ് ഒന്നിന് മൈനസ്, പിന്നെ എന്തിനാണെന്ന്. പക്ഷേ പ്രിഡേഷൻസിന് നമ്മുടെ എൻവയറമെൻറ്റിൽ 3 സിഗ്നിഫിക്കൻറ്റ് റോൾസ് ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് പഠിക്കുക വിത്ത് എക്സാമ്പിൾ. ആദ്യത്തേത്, ഇറ്റ് ആക്ട്സ് ആസ് കോൺഡ്യൂറ്റ് ഫോർ എനർജി ഫ്ലോ.
അതായത് നമുക്കറിയാം ഫുഡ് ചെയിൻ എടുക്കുമ്പോൾ ഒന്നൊന്നിനെ കഴിക്കുന്നു. അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനർജി ട്രാൻസ്ഫർ ഉണ്ടാകുന്നത് ഒരു ട്രോഫിക് ലെവലിൽ നിന്ന്. ഇപ്പം പശു പുല്ല് കഴിച്ചാൽ മാത്രമേ എന്ത് പറ്റുള്ളൂ, ആ പ്ലാന്റ് കൺസർവ് ചെയ്തിരിക്കുന്ന എനർജി പശുവിലേക്ക് വരുള്ളൂ 10%. ഇനി അതിനെ കഴിക്കുന്ന ടൈഗറിന് 10% കിട്ടും അല്ലേ. അപ്പോൾ എനർജി ഫ്ലോ ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഒന്നൊന്നിനെ കഴിച്ച് തന്നെ പറ്റുള്ളൂ. കഴിക്കില്ല എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് എനർജി നടക്കില്ല. അപ്പോൾ അതൊരു ആദ്യത്തെ പോയിന്റാണ്. രണ്ടാമത് കീപ് പ്രേ പോപ്പുലേഷൻ അണ്ടർ കൺട്രോൾ. ഞാൻ വളരെ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം നമ്മളൊരു ചെറിയൊരു ഫുഡ് ചെയിൻ എടുക്കുക, ക്യാരറ്റ്, റാബിറ്റ് ആൻഡ് ടൈഗർ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ടൈഗറിനെ അങ്ങ് മാറ്റണം. നമ്മൾ ടൈഗർ ഭയങ്കരനാണ്, നമ്മുടെ പാവം റാബിറ്റിനെ കഴിക്കുന്നു. ടൈഗറിനെ എല്ലാം അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ എന്ത് പറ്റും, ഈ റാബിറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്യില്ലേ, ഓവർ പ്രൊഡക്ഷൻ ആവില്ലേ, കാരണം നോ ചെക്ക് അവൈലബിൾ. അപ്പോൾ എന്ത് പറ്റും, അവർ തമ്മിലുള്ള കോമ്പറ്റീഷൻ ഉണ്ടാകും. അപ്പോൾ നാച്ചുറലി റിസോഴ്സസ് ലിമിറ്റഡ് അല്ലേ, അപ്പോൾ അവർക്ക് റിസോഴ്സസ് കിട്ടാതായി അവർ തന്നെ ചത്തുപോവുകയാണ് പറ്റുന്നത്. അപ്പോൾ അത് കുറച്ചൊരു ലോങ് റണ്ണിൽ അതിന് വീണ്ടും അത് പ്രശ്നമായിട്ട് തന്നെ മാറും. അതേസമയം പ്ലാൻ പോപ്പുലേഷൻ അഫക്റ്റ് ചെയ്യും, കാരണം ഇവർ കോമ്പറ്റീഷൻ തുടങ്ങുമ്പോൾ ഇതെല്ലാം കൂടെ കഴിച്ചു തീർത്ത് പ്ലാൻ പോപ്പുലേഷൻ എക്സ്റ്റിങ്ക്റ്റ് ആവും. അങ്ങനെ ഇക്കോളജിക്കൽ ബാലൻസ് തന്നെ ഇല്ലാതാവും. അപ്പോൾ ഇതിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കേണ്ട എക്സാമ്പിൾ എന്ന് പറയുന്നത് പ്രിക്ലി പെയർ കാക്ടസ് ആണ്. 1920 ഓസ്ട്രേലിയയിൽ പ്രിക്ലി പെയർ കാക്ടസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൻ്റെ ബ്യൂട്ടി കൊണ്ട് തന്നെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഇൻവേസീവായി. അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെ നമ്മൾ ഏലിയൻ സ്പീഷീസ് എന്നാണ് പറയുന്നത്. കാരണം മറ്റൊരു ഹാബിറ്റാറ്റിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ അതിനെ നാച്ചുറൽ പ്രിഡേറ്ററിനെ കൊണ്ടുവരുമോ? ഇല്ല, ആ പ്ലാന്റിനെ മാത്രം കൊണ്ടുവന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര ഹാവക്ക് ക്രിയേറ്റ് ചെയ്തു. അതായത് ഭയങ്കര ബുദ്ധിമുട്ടായി, കാരണം അതങ്ങ് ഭയങ്കര ഇൻവേസീവായി സ്പ്രെഡ് ആവാൻ തുടങ്ങി, എല്ലായിടത്തും ആയി. ഇനി എന്ത് ചെയ്യണം എന്നറിയാതായി പോയി. അപ്പോൾ എന്ത് ചെയ്തു അവർ, അതിൻ്റെ നാച്ചുറൽ പ്രിഡേറ്ററായ കാക്ടസ് ഈറ്റിംഗ് മൂത്ത്, അതായത് ഇതിനെ കഴിക്കുന്ന ഒരു മൂത്ത് എന്ന് പറഞ്ഞാൽ ചിത്രശലഭത്തിൻ്റെ ഒരു വെറൈറ്റി അല്ലേ, അതിനെ അവർ അങ്ങോട്ട് മനഃപൂർവ്വം അതിനെയും കൊണ്ടുവന്നു, ഇതിൻ്റെ പ്രിഡേറ്ററിനെയും കൊണ്ടുവന്നു. അപ്പോൾ എന്ത് പറ്റി, ഇതിനെയൊക്കെ ചെക്ക് ചെയ്ത് നിർത്താനായിട്ട് സാധിച്ചു. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഓഫ് പ്രേ പോപ്പുലേഷൻ. അതായത് ഒരു പ്രിഡേറ്റർ ഒരു സ്പീഷീസിനെ മാത്രമല്ല ഭക്ഷണമായിട്ട് കഴിക്കുന്നത്, പല പ്രിഡേറ്റേഴ്സിനെ കഴിക്കാം. അതായത് ഒരു ടൈഗർ ഇപ്പോൾ റാബിറ്റിനെ മാത്രമേ കഴിക്കുന്നുണ്ടോ? ഇല്ല, ഡിയർ ആകാം, പശു ആകാം, അങ്ങനെ മാറി മാറി വരാം അല്ലേ. അപ്പോൾ ഇവരെ എല്ലാം നിലയ്ക്ക് നിർത്തുന്നതാരാ? ഈ ഒരു പ്രിഡേറ്ററാണ്. അപ്പോൾ ഇവിടെയും പ്രിഡേറ്റർ ഇല്ലെങ്കിൽ എന്ത് പറ്റും, ഇവർ തമ്മിൽ കോമ്പറ്റീഷൻ ആവുകയും അവർ തമ്മിൽ തന്നെ അടിച്ച് ചാവുകയും ചെയ്യും. അതുകൊണ്ട് ഇതിന് എക്സാമ്പിൾ പിസാസ്റ്റർ സ്റ്റാർഫിഷ്, അതായത് റോക്കി ഇന്റർടൈഡൽ സ്പീഷീസ് ഓഫ് അമേരിക്കൻ പസഫിക് കോസ്റ്റ്. അവിടെ കുറേ സ്റ്റാർഫിഷ് ഉണ്ട്, പിസാസ്റ്റർ സ്റ്റാർഫിഷ്. അതൊരു പ്രിഡേറ്ററാണ്. അത് കുറേ സ്മോൾ ഇൻവെർട്ടിബ്രേറ്റ്സ്. സ്റ്റാർഫിഷ് എന്ന് പറയുമ്പോൾ എക്കിനോഡെർമേറ്റ് ഏറ്റവും ഹയസ്റ്റ് ഇൻവെർട്ടിബ്രേറ്റ് ആണ് അല്ലേ. അപ്പോൾ അതിന് താഴെയുള്ള കുറേ ഇൻവെർട്ടിബ്രേറ്റ് സ്പീഷീസിനെയൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന ആരാ? ഈ പിസാസ്റ്റർ സ്റ്റാർഫിഷ്. അപ്പോൾ ഒരു ഫീൽഡ് എക്സ്പെരിമെന്റിൽ ഇവർ ഡെലിബറേറ്റ് ആയിട്ട് ആ സ്റ്റാർഫിഷിനെയൊക്കെ അങ്ങ് റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഒരു വർഷത്തിന് അവർ മനസ്സിലാക്കി 10ഓളം ഇൻവെർട്ടിബ്രേറ്റ് സ്പീഷീസ് അങ്ങ് ഡിസപ്പിയർ ആയിപ്പോയി. എന്തുകൊണ്ടാണ്? കോമ്പറ്റീഷൻ കാര്യം അവരെ നിയന്ത്രിക്കാനായിട്ട് അവരുടെ പ്രിഡേറ്റർ അവിടെ ഇല്ലാതായിപ്പോയി. അപ്പോൾ ഈ മൂന്നും വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് ഓർത്ത് വയ്ക്കുക. അപ്പോൾ പ്രിഡേഷൻ എപ്പോഴും ഹോസ്റ്റിന് പോസിറ്റീവാണ് നമ്മൾ കണ്ടല്ലേ, അപ്പോൾ പ്രേ എപ്പോഴും നെഗറ്റീവ് ആയിട്ടിരിക്കും. പക്ഷേ എവല്യൂഷൻ്റെ സമയത്ത് അവരും ഇവോൾവ് ചെയ്ത് ഏറെക്കുറെ ഇതിനെയൊക്കെ ഒന്ന് പ്രതിരോധിക്കാനുള്ള മാർഗ്ഗങ്ങൾ അവരും തേടുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതെന്ന് പറയുന്നത് എന്തൊക്കെ അഡാപ്റ്റേഷൻസ് ആണ് പല ആനിമൽസും പ്ലാന്റ്സും അവരുടെ ഡിഫൻസിനായിട്ട് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഇൻസെക്ട്സും ഫ്രോക്സിനും ഒക്കെ പലപ്പോഴും അവർ ക്രിപ്റ്റിക്കലി കളേർഡ് ആണ്, ക്യാമഫ്ലേഷൻ ആണ്. അതായത് പരിസ്ഥിതിക്ക് അനുസരിച്ച് അവരുടെ കളർ അതുമായിട്ട് താതാത്മ്യം വരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അവരെ ഡിറ്റക്ട് ചെയ്യാൻ പ്രയാസമാണ്. പിന്നെ ചില ആനിമൽസ് അല്ലെങ്കിൽ ഇൻസെക്ട്സ് എല്ലാം പോയിസണസ് ആണ്, അതുകൊണ്ട് തന്നെ അവയെ ഫീഡ് ചെയ്യാനും പറ്റില്ല. അതേപോലെ തന്നെയാണ് ഡിസ്റ്റേസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ഓർഗാനിസം ഉണ്ട്, മൊണാർക്ക് ബട്ടർഫ്ലൈ. ഈ മൊണാർക്ക് ബട്ടർഫ്ലൈയെ ബേർഡ്സ് ആണ് അവരുടെ പ്രിഡേറ്റർ. പക്ഷേ ബേർഡ്സ് ഇതിനെ കഴിക്കില്ല, കാരണം അതിനൊരു വല്ലാത്ത ടേസ്റ്റാണ്. ആ ഡിസ്റ്റേസ്റ്റ് എങ്ങനെ ഉണ്ടായത്? ഇത് ലാർവ ആയിരിക്കുന്ന സമയത്ത് ചില പ്രത്യേക പോയിസണസ് കെമിക്കൽസ് ഒക്കെ ഫീഡ് ചെയ്തിട്ട് അതിൽ നിന്നുണ്ടായ ആ ഡിസ്റ്റേസ്റ്റ് ആണ് പിൽക്കാലത്ത് അവർക്ക് തന്നെ ഡിഫൻസിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി നമ്മൾ പ്ലാന്റ്സിലോട്ട് വരികയാണെങ്കിൽ പ്ലാന്റ്സിന്റെ കാര്യം കുറച്ചുകൂടി പരിതാപകരമാണ്. പ്ലാന്റ്സിന്റെ മെയിൻ പ്രിഡേറ്റേഴ്സ് എന്ന് പറയുന്നത് ഹെർബിവോഴ്സ് ആണ്. പിന്നെ 25% ഇൻസെക്ട്സും പ്ലാന്റ്സിന്റെ സാപ്പ്, അതായത് അതിന്റെ സ്റ്റെമ്മിലുള്ള ആ ഒരു ജ്യൂസ്, സൈലത്തിലൂടെയുള്ള ആ ജ്യൂസ് കുടിക്കുന്നതാണ്. അതിനെ ഫൈറ്റോഫാഗസ് എന്നാണ് പറയുന്നത്, അങ്ങനെയുള്ള ഇൻസെക്ട്സിനെ. അപ്പോൾ അവർക്ക് പ്രിഡേഷൻ പ്രഷർ വളരെയധികം ഉണ്ട്. പക്ഷേ ആനിമൽസിനേക്കാളും അവർക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താ? ആനിമൽസിനാകുമ്പോൾ പ്രിഡേറ്റർ വരുമ്പോൾ ഓടി രക്ഷപ്പെടാം, പക്ഷേ പ്ലാന്റ്സിന് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരും പല ഡിഫൻസ് മെക്കാനിസവും ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മുള്ളുകളാണ്. അക്കേഷ്യ, കാക്ടസ് പോലുള്ള പ്ലാന്റ്സിലൊക്കെ തോൺസ് ഉണ്ട്. അത് അവർക്ക് മറ്റ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ കൂടിയും ഡിഫൻസിനെ വളരെയധികം സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കാലോട്രോപ്പിസ്, നമ്മുടെ എരിക്ക് എന്ന് പറയുന്നൊരു ചെടിയുണ്ട്. അതിങ്ങനെ ഒഴിഞ്ഞ ലാൻഡിലൊക്കെ വീടായിട്ട് വളരുന്നതാണ്. പക്ഷേ ഒരിക്കലും ആനിമൽസ് ലൈക്ക് കാറ്റിലോ അല്ലെങ്കിൽ പശുവോ അല്ലെങ്കിൽ നമ്മുടെ ആടൊന്നും അതിനെ പോയി കഴിക്കില്ല. കാരണം എന്തെന്ന് വെച്ചാൽ അതിനകത്ത് ഒരു കെമിക്കൽ ഉണ്ട്, അതിൻ്റെ പേരാണ് കാർഡിയാക് ഗ്ലൈക്കോസൈഡ്. ഈ കാർഡിയാക് ഗ്ലൈക്കോസൈഡിൻ്റെ പ്രസൻസ് മൂലം
ഇത് കഴിക്കുന്ന ഓർഗാനിസത്തിന് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടാകുകയും അതുകൊണ്ട് അത് ചത്തുപോകാനുള്ള കാരണമാണ്. അതുകൊണ്ട് ഈ ആനിമൽസ് ഒന്നും ഇതിനെ കഴിക്കുന്നത് നമ്മൾ കാണുന്നില്ല. ഇങ്ങനെയുള്ള പല കെമിക്കൽസും കഴിക്കുന്നത് മുഖേന ഈ ആനിമൽസിൻ്റെ ഫീഡിങ് അല്ലെങ്കിൽ ഡൈജഷൻ പ്രോസസ്സ് തന്നെ ബുദ്ധിമുട്ടിലാകും, അല്ലെങ്കിൽ ചിലതിൻ്റെ റീപ്രൊഡക്റ്റീവ് എബിലിറ്റി അഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ചിലതിൻ്റെ മരണത്തിന് തന്നെ കാരണമാവുകയും ചെയ്യാറുണ്ട്. പിന്നെ ഉള്ളതാണ് പ്ലാന്റ്സിലുണ്ടാകുന്ന ചില കെമിക്കൽസ്. ഈ കെമിക്കൽസിനെ നമ്മൾ സെക്കൻഡറി മെറ്റാബോളൈറ്റ്സ് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം നമ്മളത് 11th പഠിച്ചിട്ടുണ്ട്, സെക്കൻഡറി മെറ്റാബോളൈറ്റ്സ്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് പല പ്രയോജനങ്ങളുണ്ട്. കൊമേഴ്ഷ്യലി നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന നിക്കോട്ടിൻ, അതായത് ടുബാക്കോയിലുള്ളത്, അല്ലെങ്കിൽ കഫീൻ, കോഫിയിൽ ക്യുനൈൻ എന്ന് പറയുന്നത് മലേറിയയുടെ ഒരു മെഡിസിനാണ്. അത് നമുക്ക് കിട്ടുന്ന സിങ്കോണ ഒഫിസിനാലിസ് എന്ന പ്ലാന്റിൽ നിന്നാണ്. പിന്നെ സ്ട്രിക്നിൻ, ഓപ്പിയത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഇതെല്ലാം നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ പ്ലാന്റിന് ഇത് നല്ലൊരു കെമിക്കൽ വാർഫെയർ ആണ്, അല്ലെങ്കിൽ അവർക്കൊരു നല്ലൊരു മീൻസ് ഓഫ് ഡിഫെൻസ് കൊടുക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഇനി നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രിഡേറ്റേഴ്സ് ആർ പ്രൂഡന്റ് ഇൻ നേച്ചർ. അതായത് ഒരിക്കലും പ്രിഡേറ്റേഴ്സ് അവരുടെ പ്രേയെ ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യില്ല. ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്താൽ അവർക്കറിയാം എല്ലാ പ്രിഡേറ്റേഴ്സും മുഴുവനായിട്ട് പ്രേ പോപ്പുലേഷനെ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ, പ്രേ പോപ്പുലേഷൻ എക്സ്റ്റിങ്ക്റ്റ് ആയി കഴിഞ്ഞാൽ അവരുടെ സർവൈവൽ തന്നെയാണ് കുഴപ്പത്തിലാവുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും പ്രൂഡന്റ് ഇൻ നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ്സ് എല്ലാം വളരെ ക്ലിയർ ആയെന്ന് മനസ്സിലാവുന്നു. ഇത്രയാണ് പ്രിഡേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. നിങ്ങൾക്ക് എല്ലാ കോൺസെപ്റ്റ്സും മനസ്സിലായെങ്കിൽ നിങ്ങൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ബയോളജി മൈ പാഷൻ.